ഹായ്, ചിക്കൻ കാലില്ലാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ ഡ്രംസ്റ്റിക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ചീസൊക്കെ ഫില്ല് ചെയ്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇഫ്താറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു സ്നാക്ക് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സമയം എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് എടുത്തിട്ട് ഫ്രൈ ആക്കിയാൽ മതി. സമയമുള്ളപ്പോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈയിങ് പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതിൻ്റെ ആ ഒരു പച്ച മണം മാറാനായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായി കിട്ടും. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് വേഗത്തിൽ കുക്കായി കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ഇതിലേക്കുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് എരിവനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്കിനി വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാൻ കുക്കറിൽ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനി മാറ്റി വയ്ക്കാം. ചിക്കൻ ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം. എന്നിട്ട് ചിക്കൻ ഒന്ന് കുക്കായി കിട്ടുകയും വേണം. ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു ഡ്രം സ്റ്റിക്ക് റെഡിയാക്കാനായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വേണം. അപ്പോൾ ഞാനിവിടെ ഫ്രോസൺ ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതില്ലെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ഒന്ന് ഇതുപോലെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒരു ഹാഫ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിച്ചത് നന്നായിട്ട് ഇതുപോലെ ബൗളിലിട്ടിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. കട്ടകളില്ലാതെ വേണം ഉടച്ചെടുക്കാനായിട്ട്. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ട് തണുത്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിയണ്ട, ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രം കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. നേരത്തെ ഇതിൽ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് എരിവുള്ളതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഗരം മസാലയും പിന്നെ ഒരു 1/2 കപ്പോളം മല്ലിയില ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. കൈകൊണ്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് മാത്രം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കായി പോകരുത് ഈ ഒരു ബാറ്റർ. കുറച്ച് ലൂസായിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കട്ടകളില്ലാതെ മിക്സ് ആക്കിയിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് ബാറ്ററാക്കി എടുക്കാം. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് വേണം. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലായിട്ട് മൊസറല്ല ചീസാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചീസ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ കൂടി എടുത്തിട്ടുണ്ട്. ഈ ഡ്രം സ്റ്റിക്ക് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സ് എടുത്തിട്ട് ഇതുപോലെ കയ്യിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ചീസ് വെച്ച് കൊടുക്കാം.
ഫ്രൈ ആക്കിയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കോഴിക്കാലിൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചീസ് വെച്ചിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ചീസൊക്കെ മെൽറ്റായിട്ട് അത് ആ ഒരു ഷേപ്പൊക്കെ പോയിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ആ ചീസൊക്കെ കവർ ചെയ്ത് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാദ്യം മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈദയിൽ ആദ്യം ഒന്ന് കവർ ചെയ്തെടുക്കുന്നത്. ഇനി ഈ ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളതിൽ നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് അത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമ്മൾ മൈദയുടെ കൂട്ടിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇതേപോലെ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഇത് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കേടാകാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതെടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. സമയമുള്ളപ്പോഴൊക്കെ ഇതുപോലെ കുറച്ച് കൂടുതലായിട്ടൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒരേ സമയത്ത് എല്ലാം ഒന്നിച്ചിടണ്ട, തമ്മിൽ ഒട്ടിയിട്ട് അത് ഷേപ്പൊക്കെ പോയിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു നന്നായിട്ടൊന്ന് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാക്കി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുന്ന കാര്യം മറക്കരുത്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്